ഹായ് അസ്സലാമലൈക്കും. ഇസാസഹ ഹോം ഗാർഡനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെയിലിനായിട്ടല്ല വന്നത്. ഞാൻ എങ്ങനെ നമുക്ക് ഒരു അഗ്ലോണിമയിൽ നിന്ന് കുറേ തൈകൾ ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രീൻ ബൗളിൻ്റെ ഒരു നല്ല ഒരു ഹെൽത്തിയായ ഒരു ചെടിയാണ് കേട്ടോ. ഒരു അഗ്ലോണിമയാണ്. കണ്ടോ, നല്ല ആരോഗ്യമുള്ളൊരു ചെടിയാണ്. ഇത് ഞാൻ നട്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് അടിയിൽ കുറേ തൈകൾ വരാൻ വേണ്ടി ഞാൻ നട്ട രീതി. അപ്പോൾ കണ്ടത് എത്ര തൈകളാണ് വന്നിട്ട് നോക്കിയത്. 4-5 തൈകൾ വന്നിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള നല്ല തൈകൾ കണ്ടില്ലേ. ഇത് നമുക്ക് ഇതിന്ന് എടുത്ത് മാറ്റുന്നതാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത്. ഇതിന്ന് എടുത്തിട്ട് നമുക്കിത് വേറെ ചട്ടിയിലേക്ക് മാറ്റി നടാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ഞാനെങ്ങനെയത് ചട്ടിയിൽ വെച്ചത്, അതുപോലെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പലരും പല രീതിയിലേക്ക് കാണിക്കുക. എനിക്ക് ഒരു ഫലപ്രദമായ ഒരു രീതി ഞാൻ കാണിക്കാൻ പോകുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഞാൻ ചെടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. കുറച്ച് വട്ടമുള്ളൊരു പാത്രം എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു വട്ടമുള്ളൊരു പാത്രം എടുക്കുന്നത്. അത് ഞാൻ ചെടിയിലേക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചെടി വെച്ചിട്ട് തട്ടം കൊടുക്കും. ചട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ മെല്ലെ തട്ടിയാൽ മതി. നമ്മളാദ്യം ഇങ്ങനെ ഇലകളാണ് ഞാൻ ഇടുന്നത്. അതാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഉണങ്ങിയ ഇല വെക്കണതിനെ കൊണ്ട് തന്നെ വേഗം പോരും. നല്ല ഇളക്കമുള്ള മണലും മണ്ണും ഈ പിന്നെ ഈ ഉണങ്ങിയ ഇലൻ്റെ പൊടിഞ്ഞ ഇതിപ്പോൾ ഇങ്ങനെ ഇതാ കണ്ടില്ല. ഈ ഇലയൊക്കെ ഇങ്ങനെ ആദ്യം ഇട്ടതൊക്കെ ഇങ്ങനെ അതാ പൊടിഞ്ഞ് വന്ന് നല്ല വളമായിട്ട് മാറും. ഏറ്റവും നല്ല വളമാണ് കേട്ടോ ഈ ഉണങ്ങിയ ഇല എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല വളമാണ് അഗ്ലോണിമയ്ക്ക്. ഇപ്പോൾ കണ്ടോ, നല്ല ആരോഗ്യമുള്ള വേരൊക്കെയാണ് ഇപ്പോൾ ഉള്ളതിനൊക്കെ. അപ്പോൾ കണ്ടോ, ഇതിന്ന് ഒഴിവാക്കിയത് കണ്ടില്ല. ഈ ഇലയൊക്കെ ഈ പൊടിഞ്ഞ് ചേർന്നിട്ട് ഇതിനകത്ത് നല്ലൊരു ഇളക്കമുള്ള ഒരു മണ്ണായിരിക്കും. കണ്ടില്ല, നല്ല വായുസഞ്ചാരമൊക്കെ ഉണ്ടാവും. പിന്നെ എപ്പോഴും ഒന്ന് വെള്ളം നനച്ച് കൊടുക്കരുത്. അഗ്ലോണിമയ്ക്ക് നനവില്ലെങ്കിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഇലേൻ്റെ ഒന്ന് കാണാനേ ഇല്ല. പണ്ട് ഇലയൊക്കെ ഇതിലിങ്ങനെ ധരിച്ചിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കൂടി ഇതിൽ കൂടി ഇങ്ങനെ മണ്ണും മണലും ഇലയും കൂടി ഇങ്ങനെ പൊടിഞ്ഞ് കൂടിയതപ്പോൾ ഈ മണ്ണെടുക്കുമ്പോൾ നമുക്ക് മുറ്റത്തുനിന്ന് ഇങ്ങനെ മേലുള്ള ഈ പുഴി മണൽ എന്നൊക്കെ പറയും, മണൽ പുഴി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തത് എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മണ്ണ് എടുക്കരുത്. ഇപ്പം കേട്ടോ, നല്ല ഉഷാറുള്ള ഈ അഗ്ലോണിമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തൈകൾ കണ്ടോ, നല്ല ആരോഗ്യമുള്ള തൈകളാവും. 1 2 3 4 തൈകളുണ്ട്. ഇതിൽ ഒന്നിപ്പോൾ നമുക്ക് എടുക്കാൻ നോക്കാം. ഇതിന്ന് എടുത്തിട്ട് മാറ്റി നടാനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ചെറിയൊരു കത്തി ബ്ലേഡോ വേണം കേട്ടോ. നല്ല വിമുക്തമായൊരു നല്ല ചട്ടിയെടുക്കുക. യോഗുള്ള ഡ്രെയിനേജുള്ള ചട്ടി എടുക്കുക. അതിലേക്ക് നമുക്കിതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ച ഈ ഉണങ്ങിയ നമ്മൾ അടിച്ചു വരുമ്പോൾ ഉണങ്ങിയ ഇല ഉണ്ട്. അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു. അത് കുറച്ച് മഴ വെച്ചത്. അതിങ്ങനെ മഴ ഉണക്കി വെച്ചാൽ നല്ലതാണ്. പൊടിഞ്ഞ് ഒരു കൈ കൊണ്ട് പൊടിച്ചാൽ തന്നെ നല്ലോണം ഒരു പൊടിയും. നല്ലോണം ഉണങ്ങിയ ഈ പ്ലാവിൻ്റെ ഇലയും ഉപ്പൂത്തിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊടിച്ചാൽ തന്നെ കൈ കൊണ്ട് പൊടിയും. അതിങ്ങോട്ട് ഇപ്പോൾ ഞാനിത് വെട്ടിയെടുത്തിട്ടത് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഫോണ് വീണ് പോയി. അത് ഞാൻ കട്ട് ചെയ്താൽ പോകും. അത് ഞാൻ കത്തി കൊണ്ട് ഇങ്ങോട്ട് അടത്തി വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കത്തി വെച്ചാൽ അങ്ങോട്ട് വിടുക്കിയാൽ ചിലതും കൂടി പോരും. അല്ലെങ്കിൽ ഒന്നാണ്ട് കത്തി ഇറക്കി കൊടുത്താൽ മതി. അത് വേരിനൊന്നും പറ്റാതെ. അപ്പോൾ നമ്മൾ അത് എടുത്ത് വെച്ചിരിക്കുന്നു. തൈ മാറ്റി വെച്ച് ഞാൻ 3 തൈ എടുത്ത്. അതിന് 2 തൈ നല്ലത്, ഒരു ചെറിയൊരു ബേബി. എന്ന ബേബിയല്ല, അധികം ബേബി ആയിട്ടുള്ള എടുക്കരുത്. ഇതിപ്പോൾ ജൈവവളമാണ്. ഇതിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ജൈവവളവും എല്ലാം കൂട്ടിയതാണ് കേട്ടോ. ഉണങ്ങിയതാണ് കേട്ടോ. ഈ ചാണകപ്പൊടി ഇതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ വളം ഇടുന്നതാണ് നല്ലത്. ചാണകപ്പൊടി ഇടുന്നതിനാട്ടും നല്ലത് ജൈവവളം
വെർമി കമ്പോസ്റ്റൊക്കെ ഇടണമെന്നില്ല. ഇപ്പോൾ അത് ഈ കുറച്ച് എല്ലാം നിറച്ചിട്ട് ഉണങ്ങിയ നിറച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ വളം ഇട്ട് കൊടുത്തു. ആദ്യം കുറച്ച് സാഫ് ഇട്ട് കൊടുത്ത് കണ്ടില്ല. പിന്നെ കുറച്ചുകൂടി ഞാൻ ഈ ഇലകൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ നമുക്കൊന്നുകൂടി ഈ വളം തന്നെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ നടുവിൽ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്താ റൗണ്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റുഭാഗം മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നിട്ട് ചുറ്റുഭാഗം മാത്രം ഇട്ടിട്ട് നടുവിൽ ചെടി വെച്ച് കൊടുത്താൽ മതി. അവിടെ ഒരു ഒഴിവ് വരുമല്ലോ, അവിടേക്ക് ചെടി ഇറക്കി വെച്ച് കൊടുത്താൽ മണ്ണിട്ടിട്ട് ഈ പിന്നെ കമ്പോസ്റ്റ് ഇട്ടിട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്യട്ടെ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യല്, ഞാനത് ഇങ്ങനെ തന്നെ ചെയ്യല്. അപ്പം നമുക്ക് ഇതിൽ ബാക്കി വന്ന ഈ പാത്രത്തിൽ ബാക്കി വന്ന ഈ മണ്ണിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മണ്ണിട്ടിട്ട് അങ്ങോട്ട് മൂടക്കണ്ടില്ല. ഈ മണ്ണിലിട്ടിട്ട് അങ്ങനെ വേരൊന്നും കാണാതെ ഇത് മുഴുവനായിട്ട് നക്കുക. പിന്നെ വേറെ നമുക്കൊരു ഉപകാരമുണ്ട്. ഇതിന് തീരെ വെയിറ്റ് ഉണ്ടാവില്ല. നമുക്ക് ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴൊക്കെ നമുക്ക് ചട്ടിയൊക്കെ എടുത്ത് വെക്കാൻ നല്ല സുഖമാണ്. അത് നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ. ഈ ഇലകളും ഇങ്ങനെ അത് ഈ ഉണങ്ങിയ ഇല ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ല. നല്ല ഉപകാരമുണ്ട്. അതിലൊരു ബേബി പ്ലാന്റും കൂടി ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. മറ്റേത് 3 ഞാൻ എടുത്ത് മാറ്റി. ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കും. നല്ലോണം നമുക്ക് വേറെ ഈ വലിയ പ്ലാന്റിൻ്റെ അടിയിൽ നമുക്ക് ബേബി പ്ലാന്റ് വേറെ മുളച്ച് വരും. എന്തായിട്ട് ഉറപ്പാണ്, ഷുവറാണ് കേട്ടോ കാര്യത്തിൽ. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.